UDF തൂത്തുപറക്കിയ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദി അൾട്ടിമേറ്റ് സ്റ്റാർ ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. വൻമരങ്ങൾ വേറിട്ട് വീണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 27 സീറ്റിൽ 20 മുതൽ 23 സീറ്റ് വരെ ജയിക്കാമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ അവസാനവട്ട വിലയിരുത്തൽ. പെട്ടിപൊട്ടിയപ്പോഴാകട്ടെ അത് അച്ചട്ടാകുന്ന കാഴ്ചയ്ക്കും കേരളം സാക്ഷിയായി. 27-ൽ 22 ലീഗിന്റെ വിജയം. അതിൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മണ്ഡലത്തിൽ വൻ അട്ടിമറിയാണ് ഫാത്തിമ തഹ്ലിയയിലൂടെ ലീഗ് നടത്തിയത്. മലപ്പുറത്ത് മത്സരിച്ച 12-ൽ 12 നേടിയ ലീഗ് കാസർഗോഡ് 2 കോഴിക്കോട് 6 പാലക്കാടും എറണാകുളത്തും ഓരോ സീറ്റുകളിലും കരുത്ത് തെളിയിക്കുകയായിരുന്നു. 81% പച്ചപ്പടയുടെ സ്ട്രൈക്ക് റേറ്റ്. 46 വർഷങ്ങളായി ഇടതു കോട്ടയായിരുന്ന പേരാമ്പ്ര ഇത്തവണ ലീഗ് തൂക്കിയത് ഒരു വനിതാ സ്ഥാനാർത്ഥി ഇറക്കിയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 5087 വോട്ടുകൾക്കാണ് LDF കൺവീനറായ TP രാമകൃഷ്ണനെ ഫാത്തിമ തഹ്ലിയ മുട്ടുകുത്തിച്ചത്. കൂടാതെ കളമശ്ശേരി, കോഴിക്കോട് സൗത്ത്, കുറ്റ്യാടി, കുന്നമംഗലം, തിരുവമ്പാടി എന്നീ LDF സിറ്റിംഗ് സീറ്റുകളും ലീഗ് ഇത്തവണ പിടിച്ചെടുത്തു. 90 സീറ്റിൽ മത്സരിച്ച CPM 26 സീറ്റിൽ ജയിച്ചപ്പോഴാണ് വെറും 27 ഇടത്ത് മാത്രം മത്സരിച്ച 22 ഇടത്തെ ലീഗിന്റെ വിജയം എന്നതാണ് ഏറ്റവും പ്രസക്തം. ലീഗിന്റെ ഈ വിജയങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വർത്തമാനകാലത്ത് എത്രമാത്രം പ്രസക്തമാണെന്ന് കൂടി വരച്ചിടുന്നുണ്ട്. അഭൂതപൂർവമായ വിദ്വേഷ പരാമർശങ്ങൾക്ക് പാത്രമായ ശേഷമാണ് ലീഗ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പേരാമ്പ്രയിലടക്കം ആ വർഗീയ പ്രചാരണങ്ങളും കണ്ടു. അതിനെയെല്ലാം അതിജീവിച്ചുള്ള പാർട്ടിയുടെ വിജയം എല്ലാം കൊണ്ടും കേരളം മുറുകെ പിടിക്കുന്ന മതേതര മൂല്യങ്ങളുടെയും ലീഗിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളുടെയും ഫലമാണെന്ന് വേണം കരുതാൻ.